അക്ഷരങ്ങൾ തിരിച്ചും മറിച്ചും ഇട്ട് ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് സംസാരിക്കും, അങ്ങനെയാണോ ചേട്ടൻ ഉദ്ദേശിച്ചത്? അപ്പോൾ അതും കയ്യിലുണ്ടല്ലേ, അതിനൊരു ഉദാഹരണം പറയാമോ? അതിനിപ്പോൾ നമ്മൾ എങ്ങനെ പറഞ്ഞാലും തിരിച്ചും മറിച്ചും ഒക്കെ പറഞ്ഞാലും ഒരേപോലെ വരുന്ന വാക്കുകളാണ് ജഡജ, ജലജ, ജഡേജ, ജലജ, കന്യക, സരസ, അതുപോലെ തന്നെ മോരുതരുമോ, വികടകവി, MA, LA, YA, LA, മലയാളം. ഇതൊക്കെ എങ്ങനെ പറഞ്ഞാലും ആ മലയാളത്തിൽ നിന്ന് മാറില്ല. അതൊക്കെ അങ്ങനെ തന്നെയാണ്. മറിച്ച് ചില വാക്കുകൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പ്രസംഗിക്കാനൊക്കെ പണ്ട് ഞാൻ ഐറ്റം അവതരിപ്പിക്കുമ്പോൾ രമാന്തരഹോസ സഹോദരന്മാരെ, രമാന്തരിഹോസ സഹോദരിമാരെ, രമാചിച്ചെ ചേച്ചിമാരെ, ചുകളെ കെട്ടിക്കു കൊച്ചുകുട്ടികളെ, രാംസ്കമന എന്ന് പറഞ്ഞാൽ എന്തെന്നാ നമസ്കാരം എന്നൊക്കെയാണ്. ദേവി നിട്ടിബ, എവിടെ പട്ടിണി, ദേവിയെ കംതപാലകോ, എവിടെ കൊലപാതകം, ദേവിയെ ബമ്പാണിപ്പേ, എവിടെ പെൺപാണി, വില്ലമിടിപ്പോം ഇല്ലമി ഇൻക എന്ന് പറഞ്ഞ പൊടി പോലും ഇല്ല കാണാൻ എന്നൊക്കെ അന്ന് വികടീപ്പ കവി പാടി വേപ്ര ഡേവിഡു പ്രാവ്യ കൂടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ഞാനന്ന് കുറേ പറയുമായിരുന്നു. അപ്പോൾ അതിലേക്ക് എൻ്റെ ഈ പ്രസംഗവും എൻ്റെ ഈ വർത്തമാനവും കേട്ടിട്ട് എന്നോട് ഷമ്മി തിലകൻ ചേട്ടൻ്റെ മകൻ ഷമ്മി തിലകനാണ് എന്നോട് പറഞ്ഞത്, എടാ ഒരു പാട്ടൊക്കെ തിരിച്ച് പാട്, അപ്പം നല്ല രസമായിരിക്കും. അങ്ങനെ സുകുമാരി അമ്മ ഏറ്റവും കൂടുതൽ വേദികളിൽ പാടിയിട്ടുള്ള പാട്ടാണ് കുയിലിനെ തേടി കുതിച്ചു പായുമാര എന്ന് പറഞ്ഞ പാട്ട്. അതന്ന് ആ കാലഘട്ടത്തിൽ നെലിക്കുടി തേ ചൊതിക്കയും പാരാമാട്ടുപയ പാക്കരാമാടുനോടുരുനി ഞാൻ എന്നാക്കി കാതിച്ചു എന്നൊക്കെ പറഞ്ഞ പാട്ട്. ഇന്നത്തെ തലമുറയിലാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള പാട്ടുണ്ട്. നാക്കറണ്ണാവ ലവാപ്പൂ തങ്ങാച്ചമ്പ ഉണ്ടാക്കൂ അണ്ണാരക്കണ്ണാവ വാല ചങ്ങാതി മൂടാമ്പ. നല്ല പാട്ട് മറന്നു പോകുന്നു. നല്ല പാട്ടാണ് നല്ലത്, പക്ഷെ എന്നാലും നമ്മൾ പാടിപ്പാടി അതിലേക്ക് വരുന്നു. നാക്കറണ്ണാവ ലവാപ്പൂ തങ്ങാച്ചമ്പ ഉണ്ടാക്കൂ വാരൂണക്കൽ തന്നരപ്പു താത്താലങ്ങേന എൻ്റെ വിശുപാലുപ്പുള്ള വെയ്യാണഞ്ഞപ്പിക്കാക്കിനേനാ ചങ്ങാതി എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഞാൻ തമാശക്ക് നമ്മൾ കുട്ടികളൊക്കെ ഇരിക്കുമ്പോൾ പറയും. ഇങ്ങനെയൊക്കെ നിങ്ങൾക്കും പറയാം. നാക്ക് നന്നായിരിക്കണം. നാക്ക് വളരെ മൃദുവാണ്. ഏറ്റവും വലിയ അവയവങ്ങളിൽ ഏറ്റവും മൃദുവായിട്ടുള്ളതാണ് നാക്ക്. പക്ഷേ പല്ലിന് നല്ല ബലമാണ്. മരിക്കുമ്പോൾ പല്ലുണ്ടാവില്ല, നാവുണ്ടാവും, മൃദുവായതുണ്ടാവും. നാവ് നല്ലതല്ലെങ്കിൽ പല്ലും ഉണ്ടാവില്ല. ശരിയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം ചേട്ടാ. കാരണം ഇന്നത്തെ ഒരു ദിവസം സാജൻ ചേട്ടൻ എത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉറപ്പായിരുന്നു ഈ ദിവസം അത് മനോഹരമാക്കാൻ ഇത്രയും നല്ല രീതിയിൽ ഞങ്ങളടുത്ത് സംസാരിക്കും.